ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. സോ കുറച്ച് ലേറ്റായി ഒരു റിവ്യൂമായിട്ടാണ് വരുന്നത്. കാന്താര ചാപ്റ്റർ 1 റിവ്യൂ. കാന്താര ചാപ്റ്റർ 1 റിവ്യൂ പറയുന്നതിനേക്കാളും മുമ്പ് ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ല, മെയിൻലി യൂട്യൂബിൽ ഭയങ്കര മോശമായിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് കാന്താരയുടെ മെയിൻ പാർട്സുകളൊക്കെ യൂട്യൂബിൽ ലീക്കാണ്. അപ്പോഴത്തെ സസ്പെൻസ് ലീക്കാണ്. നമ്മൾ എന്താണോ സിനിമയ്ക്ക് കാണാൻ പോകുന്നത് അത് ലീക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ കട്ട്സ് ആയിട്ട് പ്രീ ഇന്റർവൽ സീൻസ്, പ്രീ ക്ലൈമാക്സ് സീൻസ്, പ്രീ ക്ലൈമാക്സ് എല്ലാം ഇങ്ങനെ പുറത്ത് ഓൾറെഡി യൂട്യൂബിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണം. അത് ഭയങ്കര മോശമായ ഒരു സംഭവമാണ്. കാരണം സാധാ മാസ് മൂവീസ് കാണുന്ന പോലെ അല്ല. മാസ് മൂവീസിലെ കുറെ സീൻസ് ഇങ്ങനെ കണ്ടുപോയാലും നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഓക്കെ ഫീൽ ആയിരിക്കും. പക്ഷെ ഇത് നമ്മ എന്ത് കാണാനാണോ ആ സിനിമ കാണാൻ പോകുന്നത്, ആ സീൻ വരുമ്പോഴേക്കും നമുക്ക് ആ സീനായിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ആ സീനിന്റെ പഞ്ച് നഷ്ടപ്പെടും. അത് ഞാൻ ഇപ്പോൾ ലേറ്റ് ആയി. വ്യാഴാഴ്ചയാണ് മൂവി ഇറങ്ങിയത്. ഞാൻ ശനിയാഴ്ച നൈറ്റ് ഷോ ആണ്. ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ശനിയാഴ്ച വെളുപ്പിന് 12 മണിയുടെ ഷോയ്ക്കാണ് പോയത്. അത്രയും തിരക്കായതുകൊണ്ട് ഇനി ഡയറക്റ്റ് റിവ്യൂലോട്ട് പോവാം. അതിന് മുമ്പ് ഒരു കമ്പാരിസൺ, അതായത് കാന്താരയുടെ ആദ്യ ഭാഗവും പിന്നെ കാന്താരയുടെ രണ്ടാമത്തെ ഭാഗവും. ആദ്യ ഭാഗം ചില ആൾക്കാർ പറയുന്നത് ആദ്യ ഭാഗം ഇഷ്ടപ്പെട്ടത്, ചില ആൾക്കാർ പറയുന്നത് രണ്ടാം ഭാഗം ഇഷ്ടപ്പെട്ടത്. സോ അതായത് ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കുന്നത്. ആദ്യ ഭാഗം ശരിക്കും പറഞ്ഞാൽ ക്ലാസ് മൂവിയാണ്. ഓക്കെ, നേരെ മറിച്ച് രണ്ടാമത്തെ ഭാഗത്തിലോട്ട് വരുമ്പോൾ അത് ക്ലാസ് അല്ല, അത് ഒരു മാസ് ആക്കിയിട്ടുണ്ട്. മാസ് രീതിയിലാണ് പടം ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാ സെറ്റും ഗ്രാൻഡ് ആയിട്ട് ആക്ഷൻ സീക്വൻസും ഒക്കെ ആയിട്ടൊരു ക്ലാസ്സിൽ നിന്ന് പോയി മാസ് ആൻഡ് എന്താ പറയാ, ഒരു ടെക്നിക്കലി ഹൈ മൂവി ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ക്ലാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാന്താരയുടെ ആദ്യ ഭാഗമായിരിക്കും ഇഷ്ടം. എല്ലാം മാസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി തിയേറ്ററിൽ നിന്ന് നല്ല രീതിയിൽ ഒരു റിച്ച് ആൻഡ് ഗ്രാൻഡ് മൂവി കാണുന്ന ആൾക്കാർക്ക്, ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പാർട്ട് 2 ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ, കാന്താര ചാപ്റ്റർ 1 കുറിച്ച് പറയുമ്പോൾ ആകെ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. അപ്പൊ ആദ്യം ചെറിയ നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ പോസിറ്റീവിലോട്ട് പോവാം. നെഗറ്റീവ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് പോർഷൻ, അതായത് ഇന്റർവെൽ വരെയുള്ള ഈ പോർഷനിൽ ചില ആൾക്കാർക്ക് ചെറിയ ലാഗ് ഫീൽ ചെയ്യും. എവിടെയാണ് ലാഗ് വരുന്നത് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. പക്ഷെ ആ ലാഗ് ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ ലാഗ് ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല റിച്ച് ഫ്രെയിംസും നല്ല എന്താ വിഷ്വൽസ്, ക്യാമറ ആംഗിൾസ്, ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ലാഗ് ഫീൽ ചെയ്യില്ല. പക്ഷെ എന്നാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സ്റ്റോറി മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. അതെവിടെയാണ് ഫീൽ ചെയ്യണമെന്നും ഈ പടത്തിന്റെ പ്ലോട്ട് ഞാൻ പറയാൻ പോവാണ്. ഞാൻ സസ്പെൻസോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. യഥാർത്ഥ പ്ലോട്ട് എന്താണ് ഈ പടം ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് നമ്മുടെ കാന്താര ആദ്യത്തെ ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറും മായയായി പോവും. പിന്നെ അതായത് ഋഷഭിന്റെ മോൻ വന്നിട്ട് ഇതിനെ കുറിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മായയായി പോയത്, ഇതെന്താണ് ഈ തുള്ളൽ, ഇതിനെ കുറിച്ച് ചോദിച്ച് അവിടെ പഠിക്കണം. അപ്പൊ അങ്ങനെ ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് അവിടുത്തെ ആൾക്കാര് ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പടത്തിന്റെ സ്റ്റാർട്ടിങ്. ആ പടം തുടങ്ങുമ്പോൾ നല്ല രസമാണ്. കാരണം ഈ മെയിൻ ആയിട്ട് 3 ആൾക്കാരെ കുറിച്ച്, ട്രൈബ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ 2 ട്രൈബ്സുകൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആ കാന്താരയിലുള്ള വിശ്വാസികള്, പിന്നെ ദുർമന്ത്രവാദികള്, പിന്നെ രാജാക്കന്മാര്. ഈ 3 പേരുടെ കാര്യമാണ് ഈ സിനിമയില് സ്റ്റാർട്ടിങ് പറയുന്നത്. ജയറാമിന്റെ ഇൻട്രോ വന്നു. പിന്നെ ജയറാമിന്റെ 2 കുട്ടികള് ജനിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ ഇൻട്രോ വന്നു. ഇതുവരെ ഓക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ത്രില്ലായിട്ട് കണ്ടിരിക്കാം 20 മിനിറ്റ്. പിന്നെ ഈ ഋഷഭ് ഷെട്ടിയുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് പിന്നെ ഈ രാജാക്കന്മാര് തമ്മിലുള്ള ഇഷ്യൂവും അങ്ങനത്തെ കുറച്ച് ഇവരുടെ ട്രൈബ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ട്രൈബ്സും രാജാക്കന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ കാണിക്കുമ്പോൾ കുറച്ച് ടൈം ലാഗ് വരുന്നുണ്ട്. എല്ലാവർക്കും ഇല്ല, ചിലർക്ക്. പിന്നെ ചില കോമഡികൾ, അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചില കോമഡികളൊക്കെ കേൾക്കുന്നുണ്ട്, ചില കോമഡിയൊക്കെ അസ്ഥാനത്ത് വെച്ച പോലെയും, പിന്നെ കോമഡിക്ക് വേണ്ടി എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് വെക്കണ പോലെ പോയി. പക്ഷെ ഫസ്റ്റ് പാർട്ടിൽ അത് മറ്റേ കാന്താരയുടെ ആദ്യ ഭാഗത്തിൽ അങ്ങനത്തെ
ഫുൾ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കൊമേഴ്ഷ്യലായി മൂവി പിടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ആഡ് ചെയ്യും. ഈ കൽക്കിയിലും ഇങ്ങനത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്റർവെല്ലിന് മുമ്പാണ് ശരിക്കും മൂവിയിലോട്ട് കയറുന്നത് കൽക്കും. അതേപോലെ തന്നെ ഈ പടം അതെ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ആണ് വരുന്നത്. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ക്യാരക്ടർ വരും. ആ ക്യാരക്ടർ വന്നതിന് ശേഷമാണ് ഈ ട്രൈബും പിന്നെ ഈ അന്ധവിശ്വാസം ചെയ്യുന്ന ദുർമന്ത്രവാദം ചെയ്യുന്ന ആ ട്രൈബ്സും തമ്മിലുള്ള സ്റ്റോറിയിലോട്ട് വരുന്നതും പിന്നെ ഇവര് രണ്ടുപേരും രാജകുമാരായിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റോറിയിലോട്ട് വരുമ്പോഴാണ് സിനിമ കറക്റ്റ് അങ്ങോട്ട് നമ്മളെ സ്റ്റേജിലോട്ട് മാറ്റാം. ഇന്റർവെൽ തൊട്ട് മുമ്പോട്ട് പിന്നെ ക്ലൈമാക്സ് വരെ പടം വേറെ ലെവലാണ്. ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ് പിന്നെ പറയണ്ടല്ലോ, ഡയറക്ഷൻ ആക്ടിങ് നമുക്ക് പറയണ്ട, ടോപ്പ് നോച്ച് ആണ്. പിന്നെ ഈ അൽ വൈകുണ്ഠപുരം സിനിമയ്ക്ക് ശേഷം ജയറാമിനെ നല്ലൊരു റോളിലും പവർഫുൾ റോളിലും വരുന്നതും ഈ മൂവിയിലാണ്. ജയറാമിന് കിടിലൻ ആക്ടിങ് ആയിരുന്നു. ജയറാമിന് നല്ല റോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജയറാമിന്റെ സ്ക്രീൻ സ്പേസ് കൂടുതലും വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ നമ്മുടെ രുക്മിണി വസന്ത് സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. കിടിലൻ ആക്ടിങ്, ആ ആക്ട്രസും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സപ്പോർട്ടിങ് ആക്ടേഴ്സും എല്ലാം ചില ഷോർട്സ് ഒക്കെ ഉണ്ട്. ഈ ചാടുമ്പോ ബാക്കിൽ നിന്നൊക്കെ മുകളിലത്തെ മൂണും ചാട്ടവും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന നമ്മൾ ഇതുവരെ കാണാത്ത ചില ടോപ്പ് നോച്ച് വിഷ്വൽസ് ഉണ്ട്. സ്റ്റണ്ട് അടിപൊളിയായിട്ടുണ്ട്. സ്റ്റണ്ടൊക്കെ കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്ന ട്രോയ് ഒക്കെ ചെയ്ത ആളാണെന്ന് തോന്നുന്നു. വലിയ ടീംസിന് തന്നെയാണ് ഇംഗ്ലീഷ് ഫോറിനേഴ്സ്, വലിയ ടീംസിനെ തന്നെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം കിടിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടാന്ന് വെച്ചാലും ആ ഗ്രാമം, കാട്, ആങ്കിളുകള്, ആക്ഷൻസ് എല്ലാം ടോപ്പ് നോച്ചാണ്. മസ്റ്റ് വാച്ചിങ് തിയേറ്ററിലാണ്. ഈ തിയേറ്ററിൽ തന്നെ കണ്ടാലേ നമുക്ക് പടത്തിന്റെ എഫക്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറയാനൊന്നുമില്ല, എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാം. നല്ല കിടിലൻ മസ്റ്റ് വാച്ച് മൂവിയാണ് തിയേറ്ററിൽ തന്നെ. നെഗറ്റീവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഈ ചെറിയ ലാഗ് ഫസ്റ്റ് ഹാഫിൽ, അതെല്ലാവർക്കും തോന്നില്ല, ചില ആൾക്കാർക്കും തോന്നണം. ആ വിഷ്വൽസിന്റെ ഭംഗി കൊണ്ട് ആ ലാഗിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് തിരക്കഥ കുറച്ച് താഴെ പോയിട്ടുണ്ട്. പിന്നെ പറയാന്ന് വെച്ചാൽ പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് ക്ലൈമാക്സിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടർ ആദ്യം ഞാൻ വിചാരിച്ചത് നന്ദിയാണെന്ന്. പിന്നെ യൂട്യൂബും സോഷ്യൽ മീഡിയസിലും ഒക്കെ അത് നന്ദിയല്ല ബ്രഹ്മരസസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് ആ ക്യാരക്ടർ എന്ന് അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണം. ക്ലൈമാക്സിൽ പടം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ക്ലൈമാക്സിൽ വരുന്ന നന്ദിയാണോ ബ്രഹ്മരസസ് ആണോ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.